മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? എടേ രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. മൂപ്പരുടെ ഏതോ ഒരു വീടും കാര്യങ്ങളും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ല? ഇല്ല, ഞാനൊരു ക്ലൂ തരാം. ആളുടെ വീട് നമ്മുടെ 14 ജില്ലകളിൽ ഒരു ജില്ലയിലാണ്. പിന്നെ അപ്പൊ ആള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ല ആള് ആദ്യം വിളിക്കല്ല ചെയ്തത്. ആദ്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻബോക്സ് തുറക്കല് കുറവാണ്. അപ്പൊ കുറെ നാളുകൂടി ഞാൻ ചിലപ്പോ അത്രയും ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇൻബോക്സ് ഒക്കെ തുറന്നു നോക്കാം. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഒരു ദിവസം ഞാൻ തുറന്നു നോക്കിയപ്പോ ഇങ്ങനെ മെസ്സേജ് കണ്ടു. ഞാനല്ല, ചേട്ടന്റെ ഫോണിലാണ് ചേട്ടൻ ആദ്യം കണ്ടത്. ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാള് ചേട്ടനെ അളിയാന്ന് വിളിക്കുന്നുണ്ട്. അളിയോ താനാരാ? അളിയൻ അളിയോ താനാരാ വിളിക്കണേ? അളിയനെ അളിയോ ബാലിച്ചേട്ടാ പിന്നെ മീനുവിനെ കല്യാണം കഴിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം പറയും. എന്നെക്കാളും മുമ്പ് ആൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും എന്റെ. പിന്നെ അപ്പം ഞാൻ എടുത്തു നോക്കിയപ്പോ എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പെണ്ണല്ലേ, അഹങ്കാരം ഒന്ന് കുറയട്ടെ. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അത് അയച്ചേക്കുന്ന ഭയങ്കര ചീസി ഭയങ്കര ക്രിഞ്ചി സാധനങ്ങളാ. പിന്നെ എന്താ ഐ റിമെമ്പർ അബൌട്ട് യു, ഐ ഹഗ് ദ പില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ക്രിഞ്ചാത്. കച്ചറ പിള്ളേരാ, അലമ്പ്, ഇത്രയും അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല സാറേ. ഐ ആം എ ഫെയിലിയർ, ടുഗദർ വി ക്യാൻ മേക്ക് ദിസ് വേൾഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂടാ. 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. പിന്നെ നമുക്ക് ഞാൻ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കും. എന്തൊക്കെയോ കുറച്ച് ഈസി ഡയലോഗ്സ് ആണ്. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? അങ്ങനെ അത്രയും ക്രഞ്ചാണ്. അപ്പൊ ഞാൻ വീട്ടിൽ എന്നിട്ടൊരു മയിൽപീലിയുടെ ഇതും പണ്ടാരക്കാലം പേടിപ്പിച്ച പറഞ്ഞല്ലോ ഇവ. സാരല്ല പോട്ടെ ഓ സാരല്ല പോട്ടെ ഇല്ല കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. അതെ ചാടിയതാ. കഴിനാക്കം ഉണ്ടെന്ന് പറയാടാ. തലയടിച്ചു വീണപ്പോ ബോധം പോയതാ. ലാസ്റ്റ് ഈ കുട്ടിയുടെ അമ്മ എന്റെ അമ്മേനെ വിളിച്ചു. മമ്മി വായി നോക്കിട്ട് അമ്മ വരുന്നുണ്ട്. നീ കാറിലിരുന്നോ, ഐ വിൽ മാനേജ് ദിസ്. എവിടെ ഇങ്ങനെ വീട് എവിടെയാ, അടുത്ത സൺഡേ ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്ന് നിന്നേ, ഈ കൊച്ചിന്റെ പേരെന്താണ്? ഗൗരി മേനോൻ. ഈ കൊച്ചു പഠിക്കണോ? അതെ. കുടുംബത്ത് വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട, അമ്മക്ക് ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇല്ല, അവക്ക് ഇപ്പൊ താല്പര്യം, ഞങ്ങൾ നോക്കുന്നുമില്ല എന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് മീ, വല്ല കല്യാണ കാര്യത്തിലാണെങ്കിൽ വേണ്ട. ഷീ ഈസ് ഓൾറെഡി എൻഗേജ്ഡ്. അവിടെ കല്യാണം നിശ്ചയിച്ചതാ. അപ്പൊ അമ്മ പറഞ്ഞ അതെന്താ, മോക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? അപ്പൊ അമ്മ പറഞ്ഞ അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ല. അതല്ല, ഞാൻ നിങ്ങളെ പോലെ കൾച്ചറില്ലാത്തൊരു സംസാരിച്ച് വരുമ്പോൾ തന്നെ അറിയാം അതെന്തിനാണെന്ന്. അപ്പൊ പറഞ്ഞ അതെന്താ, മോക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? അപ്പൊ അമ്മ പറഞ്ഞ അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ല. അയ്യോ, കല്യാണത്തിനൊന്നും പറ്റില്ല. എന്റെ മോന് ടൈം പാസിന് ലൈൻ അടിക്കാൻ ഒരു ഐറ്റം വേണം. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. വെറുതെ ഒന്ന് സിനിമയ്ക്ക് പോകാനും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റാനും ഒക്കെ ആയിട്ട്. അല്ലാതെ കല്യാണം കഴിക്കാനാണെങ്കിൽ നല്ല 1ാം തരം തറവാട്ടി പറഞ്ഞ കൊച്ചുങ്ങളെ ഞങ്ങൾക്ക് കിട്ടൂലേ? ഞാൻ ചോദിച്ചു, ഞാൻ അമ്മയൊന്നും പറഞ്ഞില്ല. അമ്മ പറയാ എന്ത് പറയാനാ ഇവരോടൊക്കെ? എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. അമ്മ പറഞ്ഞില്ല, താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. ഇല്ലെങ്കിൽ അടുത്ത സൺഡേ വരാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അമ്മ പറഞ്ഞില്ല, താല്പര്യം ഇല്ല എന്നിട്ട് കട്ട് ചെയ്തു. പിന്നെ ദേഷ്യം വരാതിരിക്കുവോ? അവിടെ അമ്മയുടെ ഒരു ജാട. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള് കൊക്കോണ്ടി പോലത്തെ ഒരു പെണ്ണും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?